UGC നെറ്റ് പേപ്പർ 1ൻ്റെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെ റെക്കമെൻഡേഷൻ്റെ ബേസിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ ടോപ്പിക്സും അല്ല, പ്രധാനപ്പെട്ട കുറച്ച് ഒരു 3-4 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സ്പീഡ് ആൻഡ് ടൈം, അതുപോലെ തന്നെ വർക്ക് ആൻഡ് ടൈം, അതുപോലെ ബോട്ട് ആൻഡ് സ്ട്രീം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഓക്കെ. അത് മാത്രമല്ല, അതിൻ്റെ വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇക്വേഷൻസും ഞാൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അതിന് ആൻസറിലേക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഇക്വേഷൻസൊക്കെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സെയിം പാറ്റേൺ ആയിരിക്കില്ല, ഒരേ ക്വസ്റ്റ്യൻ വ്യത്യസ്ത പാറ്റേണിൽ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഇക്വേഷനും ആൻസറും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് ഒരു ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാനുള്ളത്. എ പ്രൊഫസർ ട്രാവൽ ഫ്രം ഹിസ് ഹോം ടു യൂണിവേഴ്സിറ്റി അറ്റ് ദ സ്പീഡ് ഓഫ് 40 km/h. പ്രൊഫസർ വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് 40 km/h പോയി. തിരിച്ച് അദ്ദേഹം വന്നത് 60 km/h. തിരിച്ച് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് 60 km/h. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ് ഓഫ് എൻറ്റയർ ജേണി? ടോട്ടൽ യാത്രയുടെ എന്താണ് ആവറേജ് സ്പീഡ് കാണാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. എളുപ്പവഴികൾ ധാരാളം ഉണ്ട്, പക്ഷേ എളുപ്പവഴികൾ നമുക്ക് വ്യത്യസ്ത തരത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എളുപ്പവഴികൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ഒറിജിനൽ എങ്ങനെയാണോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. ഇതാണ് ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2xy പ്ലസ് 2x + y. ഇങ്ങനെയാണ് രണ്ട് വരുന്നത്. ഇവിടെ എക്സും വൈയും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. ഇവർ ഈക്വൽ ഡിസ്റ്റൻസ് ആർ കവേർഡ് അറ്റ് 2 ഡിഫറെൻറ്റ് സ്പീഡ്. എക്സ് ഒരു സ്പീഡാണ്, വൈ ഒരു സ്പീഡാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ 2 × xy / x + y. ഈ എക്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോഴുള്ള സ്പീഡാണ് എക്സ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴുള്ള സ്പീഡാണ് വൈ. അതങ്ങനെ തിരിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇക്വേഷനൊക്കെ ഏകദേശം കറക്റ്റ് തന്നെ കാര്യം വരിക. അപ്പോൾ നമ്മളത് ഇക്വേഷൻ നമ്പർ മാറിപ്പോകുന്ന ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. അത് തിരിച്ചിട്ടാലും സെയിം തന്നെ വരാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആൻസർ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് പറയാം. 40 km/h ആണ്. അത് എങ്ങനെ കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള കുട്ടികളുണ്ട്, അവർക്കും ആവശ്യമായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇക്വേഷനാണ് രണ്ട് അതുപോലെ തന്നെ എഴുതാം. 2 × x എത്രയാണ് 40, y എത്രയാണ് 60 ഡിവൈഡഡ് ബൈ 40 + 60 ഈക്വൽ ടു വരിക 4800 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 48 km/h. സിമ്പിളാണ്. ഇത്രയാണ് ഇതിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും. കൺഫ്യൂഷൻ ഒന്നുമില്ല, സിമ്പിളാണ്. ഇനി ഇതേപോലെ മറ്റൊരു ഈ പാറ്റേണിലുള്ള റിലേറ്റീവ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ 2 ആണ്. ഓക്കെ, ഇത് വേറെ ഇത് നമുക്ക് വരുന്നത് റിലേറ്റീവ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ട് ട്രെയിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത്. ടു ട്രെയിൻസ് 150 കിലോമീറ്റർ 150 മീറ്റർ 120 മീറ്റർ ലോങ് വലിപ്പം, അതിൻ്റെ നീളമാണ് പറഞ്ഞത്. 150 മീറ്ററാണ് ഒരു ട്രെയിൻ ഉള്ളത്. ഒരു ട്രെയിന് 120 മീറ്ററാണ്. ഇങ്ങനെ രണ്ട് ട്രെയിനുകൾ പാരലൽ ട്രാക്കിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ പോകുന്നത് 42 കിലോമീറ്റർ പെർ ഹവറിലാണ്. സെക്കൻഡ് ട്രെയിൻ പോകുന്നത് 30 കിലോമീറ്റർ പെർ ഹവറിലാണ്. ഹൗ ലോങ് ദേ വിൽ ടേക്ക് ടു കംപ്ലീറ്റ്ലി ക്രോസ് ഈച്ച് അതർ. രണ്ട് ട്രെയിനും ഒരു ട്രെയിന് മറ്റൊരു ട്രെയിനിനെ പൂർണ്ണമായിട്ടും ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിസ്റ്റൻസ് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അല്ല, ഇവിടെ മറ്റൊരു ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ടൈം, ഡിസ്റ്റൻസ് ഇതൊക്കെ വരുന്ന ഓരോന്നും വ്യത്യസ്ത ഇക്വേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇത് മറ്റൊരു ഇക്വേഷനാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എന്താണ്, ഹൗ ലോങ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ആവറേജ് സ്പീഡാണ് നമ്മളെ ചോദ്യം, ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ക്രോസ് ഈച്ച് അതർ. അതായത് ഒരു ട്രെയിന് മറ്റൊരു ട്രെയിനെ പൂർണ്ണമായിട്ടും ക്രോസ് ചെയ്ത് പോകാൻ എത്ര സമയം എടുക്കും. അപ്പോൾ ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ, ഇത് പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ടൈം ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഇവിടെ നമുക്ക് രണ്ടെണ്ണം അതിൽ കണ്ടെത്താണ്ട്, ഒന്ന് ടോട്ടൽ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത്താണ്. ഓക്കെ, നമുക്കിവിടെ എത്ര ദൂരം ട്രാവൽ ചെയ്യാമെന്നല്ല, നമ്മൾ രണ്ട് ട്രെയിന് പരസ്പരം ക്രോസ് ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ രണ്ട് ട്രെയിനുകളും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീളം എത്ര ഉണ്ടാകും, അതിനാണ് ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സം ഓഫ് ദ ലെങ്ത് ഓഫ് ബോത്ത് ട്രെയിൻ. നമ്മൾ മനസ്സിലാക്കിയോളാം. നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിന് സഞ്ചരിച്ചെത്തേണ്ട ഡിസ്റ്റൻസ് അല്ല. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ട്രെയിനുകൾ ഒരുമിച്ച് ക്രോസ് ചെയ്ത് പോവാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ അത് രണ്ടും കൂട്ടി വയ്ക്കുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ ഒരു ട്രെയിനിൻ്റെ അറ്റം മുതൽ മറ്റൊരു ട്രെയിനിൻ്റെ അറ്റം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അതാണ് ഇവിടെ ശരിക്കും ഡിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ 150 ഒരു ട്രെയിനിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. 150 ഇവിടെ. ഓക്കെ, അവിടെ 150 മീറ്ററാണ്. മറ്റൊരു ട്രെയിനിൻ്റെ വലിപ്പം 120 മീറ്ററാണ്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാം. ഓക്കെ, ഡിസ്റ്റൻസ് ഈക്വൽ ടു 150 മീറ്റർ പ്ലസ് 120 മീറ്റർ സമം 270 മീറ്റർ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി 270 മീറ്റർ എന്ന് കിട്ടി. മീറ്റർ എന്ന് എഴുതണ്ട, കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് റിലേറ്റീവ് സ്പീഡാണ്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമുക്ക് ഇവിടെ ഒരു രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ, ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ സ്പീഡുകൾ തമ്മിൽ ആഡ് ചെയ്യുകയും ചെയ്യണം.
സെയിം ഡയറക്ഷനിലാകുമ്പോൾ സ്പീഡുകൾ കുറക്കുകയും ചെയ്യണം. അത് നമ്മൾ മനസ്സിൽ വെക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. നമുക്ക് റിലേറ്റീവ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ഒന്ന് ജസ്റ്റ് സിൻസ് ദേ ആർ മൂവിങ് ഇൻ opposite direction, we add their speed. ഇനി സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വി സബ്സ്ട്രാക്ട് ദെയർ സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ ആഡ് ഒന്നെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക. സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം, മനസ്സിലാക്കുക. അപ്പോൾ റിലേറ്റീവ് സ്പീഡ്, അപ്പോൾ നമുക്കിവിടെ എത്രയാണ് റിലേറ്റീവ് സ്പീഡ് നോക്കുക. റിലേറ്റീവ് സ്പീഡ് ഈക്വൽ ടു, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ 42 km/h ഉണ്ട്, 30 km/h ഉണ്ട്. അപ്പം നമ്മൾ എന്ത് എഴുതും? 42 km/h പ്ലസ് 30 km/h സമം 72 km/h. ഇവിടെ നമ്മൾ സ്പീഡ് ഇക്വേഷനിൽ വരുമ്പോൾ ഇവിടെ റിലേറ്റീവ് സ്പീഡ് എപ്പോഴും എന്തല്ല, km/h നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഇക്വേഷന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. കൺവേർട്ട് സ്പീഡ് from km/h to meter per second by multiplying by 5/18. 18 എന്താണ് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്ര ഒരു സാധനം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് km/h നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്കൊരു വാല്യൂ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് വളരെ സിമ്പിളാണ്. അത് ഈ കാര്യം നോക്കിയാൽ മതി. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രയാ വരിക നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ 72 കിട്ടി അല്ലേ. 72 ഇൻറ്റു 5/18. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇക്വേഷനാണ്. നമ്മൾ ഇത് എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് അത് പ്രോബ്ലം ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഗുണിക്കാനൊക്കെ അറിയണമായതുകൊണ്ട് സംശയമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഗുണിക്കുക കൂട്ടുക. അപ്പോൾ നമുക്ക് 4 × 5 കിട്ടും. അപ്പോൾ 4 × 5 എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 വാല്യൂസ് കിട്ടി. അപ്പോൾ ആദ്യത്തെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത് 270 ആണ്, രണ്ടാമത്തത് 20 അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 270 ഡിവൈഡഡ് ബൈ 20 സമം. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ തന്നെ കിട്ടും, 13.5. അപ്പോൾ നമ്മൾ ഓപ്ഷൻ 13.5 ആണ്. 13.5. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ബോട്ടൻ സ്ട്രീം പറയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ബോട്ടൻ സ്ട്രീമൊക്കെ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇതിൽ 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ എല്ലാ ടോപ്പിക്കും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള ഇക്വേഷൻസ് ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഇക്വേഷൻസ് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. നമുക്ക് അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ആക്കാം.
വർക്ക് നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ സ്പീഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇനി വർക്ക് നോക്കാം. ഇത് വർക്കിലും ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാം. കമ്പൈൻഡ് വർക്ക് എഫിഷ്യൻസി. വർക്ക് എഫിഷ്യൻസി തന്നെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാറുണ്ട്. അതിന് പല വ്യത്യസ്ത ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അത് വ്യത്യസ്ത തരത്തിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 15 വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഓരോന്നിൻ്റെയും ഒരു പാറ്റേൺ പറഞ്ഞുതരാം. നിങ്ങളത് വെച്ചിട്ട് ഇക്വേഷൻ വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days while B can complete the same work in 18 days. If they work together, how many days they take to complete the entire work? അല്ലെങ്കിൽ എൻ്റയർ അസൈൻമെൻറ്റ് ഒരു വർക്കാണ് ഉദ്ദേശിച്ചത്. അവിടെ നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ ഓരോന്നിനെയും എക്സ് വൈ ആയിട്ട് നമുക്ക് എടുക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇക്വേഷൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്താണ്, ടോട്ടൽ ടൈമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കണ്ടെത്തേണ്ടത് മനസ്സിലാവും. അപ്പോൾ ഈ ലൈൻ നോക്കുക. ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ അസൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് ശരിക്ക് എന്താണ് ഇവിടെ ടൈമാണ് കണ്ടെത്തേണ്ടത്. എത്ര ദിവസം എത്ര സമയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അത് ഡിസൈഡ് ചെയ്യണമെന്നില്ല. ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആളാണ്, എ ആണ്. വൈ എന്ന് പറഞ്ഞാൽ ബി ആണ്. നിർത്താൻ മതി, തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സ് എന്ന വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് ആരെ കണക്കാക്കി, എ നമ്മൾ എക്സ് ആയിട്ട് കണക്കാക്കി, വൈയെ നമ്മൾ ബി ആയിട്ട് കണക്കാക്കി. ബീനെ വൈ എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഇക്വേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ഇക്വേഷൻ എഴുതാതെ ചെയ്യുകയൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു മനക്കണക്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സും വൈയും കിട്ടി. അപ്പോൾ ഒന്നുമില്ല, ഇനി ഇത് സാധനം എന്ത് ചെയ്യുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് മാത്രം എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുമെന്ന് ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ കണ്ടുതാ 12 ദിവസം എക്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു വൈ എത്രയാണ് പറഞ്ഞത്, സോറി വൈ 18 ബൈ 12 + 18. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ 12 × 18 216 കിട്ടും. 12 + 18 30 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 26 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക, ക്വസ്റ്റ്യനിൽ ഉള്ള ആൻസർ തന്നെയാണ്. 7.2 ആണ് നമ്മുടെ ആൻസർ. 7.2 days ആയിട്ട് ആൻസർ കിട്ടും. ഇതാണ് ഒരു എന്താണ് വർക്ക് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വർക്ക് തന്നെയല്ലേ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പം ഏതാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത്, എളുപ്പമാണ്.
എല്ലാം സെയിം തന്നെയാണ്. 10. 10ാമത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത് നോക്കാം. മെൻ, വുമൺ, ചിൽഡ്രൻ, ചെയിൻ റൂളാണ് ഇത് പറയുന്നത്. ഇത് നോക്കാം. ഇതും സിമ്പിൾ തന്നെയാണ്, ഒന്നും ബുദ്ധിമുട്ടുള്ളതല്ല കേട്ടോ, എല്ലാം എളുപ്പം തന്നെയാണ്. ഒന്ന് നമ്മൾ ബുദ്ധിമുട്ടുള്ളത് സെലക്ട് ചെയ്തു എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളത് ബുദ്ധിമുട്ട് ആണ് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചാണ്, നമ്മൾ ഈക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ചാണ്. ഇക്വേഷൻ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇക്വേഷൻ എല്ലാത്തിൻ്റെയും വ്യത്യസ്ത ഇക്വേഷനാണ്, അതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. അത് ചിലപ്പോൾ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചോ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചോ അങ്ങനെ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്താ ടൈം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചിനനുസരിച്ച് എന്ത് ചെയ്യും, ഇക്വേഷനിൽ ചേഞ്ച് വരും. ഇക്വേഷൻസ് ഒന്നെങ്കിൽ നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. അപ്പോൾ ഇക്വേഷൻസ് ഇത് അധികം ക്വസ്റ്റ്യനൊന്നും വരില്ലല്ലോ നെറ്റിന്. അപ്പോൾ ഇക്വേഷൻസ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ എഴുതാൻ പറ്റും. അവിടെ പൂർണ്ണമായും മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരില്ല. ആകെ വരിക മാക്സിമം പോയാൽ വരിക ഒരു 5 ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് 5 ക്വസ്റ്റ്യനാണ് വരിക. അത് തന്നെ സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ഒന്നും ആവില്ല. ചിലത് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസും വരാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ നിവൃത്തിയില്ലാതെ സ്കിപ്പ് ചെയ്യേണ്ടതും വരാം. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം തിയറി ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷന്, ഇങ്ങനെ മാത്തമാറ്റിക്കൽ റീസണിങ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ, ഒരു 10 ചോദ്യങ്ങൾ ഒക്കെയാണ് മാത്സിൽ നിന്ന് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാണെങ്കിൽ അതിങ്ങനെ എത്രയും ഇക്വേഷൻസ് ഒന്ന് ഓർത്തെടുക്കുക, ചെയ്യാൻ കഴിയുമോ നോക്കുക, അല്ലെങ്കിൽ ലാസ്റ്റിക്ക് വെച്ചാൽ മതി. ചെയ്യാതിരിക്കരുത്, എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ചെയ്തിട്ട് തീരെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്തിടാം. അപ്പോൾ ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യനാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാം, ഇക്വേഷനിൽ ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ. ഇവിടെ നമ്മൾ നോക്കാം. ഇഫ് 4 men or 6 women can reap a field in 40 days, how long will it take 2 men and 9 women to reap the same field together? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം, ഇതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. m1 × d1 = m2 × d2, അങ്ങനെയാണ് അതിൻ്റെ രീതി വരുന്നത്. നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് നിങ്ങളെ മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണ്ടേ. ഗിവൺ ദാറ്റ് the work done by 4 men നമ്മൾ 4m എന്ന് പറഞ്ഞു. ഓക്കെ, ഈസ് ഈക്വൽ ടു the work done by 6 women. ബ്രാക്കറ്റിൽ 6w. ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാകാം 4, അത് എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തതാണ് കേട്ടോ. ഈ 4 men or 6 women can reap a field in 40 days. അപ്പോൾ 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ എന്താണ് ഒരു ഫീൽഡ് റീപ്പ് ചെയ്യാൻ 40 ദിവസം എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, 4 men = 6 women. അത് ക്വസ്റ്റ്യനിലുള്ളതാണ്, അത് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് നമ്മൾ ഇതിൽ നിന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു ഇതാണ് കേട്ടോ. അത് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ വിഷയം മനസ്സിലാവുള്ളൂ. അത് കുറച്ച് ടഫാണെന്നൊന്നും പറയാം, സിമ്പിളാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് 4 men ഈക്വൽ ടു 6 women നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്, വേറെ എവിടെ നിന്ന് എടുത്തതല്ല. ഈക്വൽ. അപ്പോൾ ഇതിങ്ങനെ നോക്കണം. അപ്പോൾ ഒരു മാൻ എത്ര കാരം 4 men ഈക്വൽ ടു 6 women ആണ്. അപ്പോൾ നമുക്ക് 1 man എത്ര കാൽക്കുലേറ്റ് ചെയ്യണം? 1 man ഈക്വൽ ടു 1 man കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, ഇക്വേഷൻ എന്ത് ചെയ്യാം. അപ്പോൾ 6 വുമൺ അല്ലേ, 6/4 വുമൺ, 4 അങ്ങോട്ട് എടുത്തിടുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ചെയ്യുന്ന നമുക്ക് ഇക്വേഷൻ ഗുണിക്കാനോ ഹരിക്കാനൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ 4/6 ഒരു മാനാണെങ്കിൽ 6 വുമൺ ആണ്. അപ്പോൾ ഈ 4 അങ്ങോട്ട് കൊണ്ടുവന്നാണ്, 4 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, 6/4 ആയി. അപ്പോൾ നമുക്ക് 1.5 വുമൺ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? 1 man ഈക്വൽ ടു 1.5 വുമൺ. ഇത് നമുക്ക് എന്തിന്ന് കിട്ടിയതാണ്? ക്വസ്റ്റ്യനിൽ തന്ന 4 man ഈക്വൽ ടു 6 വുമൺ എന്ന ഇതിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തതാണ് എന്ത്? 1 man ഈക്വൽ ടു 1.5 വുമൺ. ഓക്കെ, അത് ഓക്കെ. ഇനി നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് എക്സാമിന് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനോ അതുപോലെ നമുക്ക് എഴുതി വെക്കാനോ ഒന്നുമില്ല. നമ്മൾ പേപ്പറിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയണതാണ്. അതെന്ത് ചെയ്യാം, നിങ്ങളെ മനസ്സിൽ ഈ ഒരു ധാരണ ഉണ്ടായാൽ മതി എന്താണ് എഴുതുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ എഴുതുന്നത്. അപ്പോൾ ഇനി അടുത്തത്, ഇപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? കൺവേർട്ട് ദ സെക്കൻഡ് ഗ്രൂപ്പ് entirely into equivalent movement unit. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് ഗ്രൂപ്പ്, ഇവിടെ 2 ഗ്രൂപ്പ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ നോക്കാം, ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. If 4 men or 6 women can reap a field in 40 days, how long will it take 2 men and 9 women? അവിടെ ആൻഡ് ആണ് വരുന്നത് കേട്ടോ, ഓറല്ല. 2 men and 9 women reap the same field. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ്, 2 men and 9 women, അവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് 2, ഇത് രണ്ടാമത്തെ നമുക്ക് ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് 2. ഇപ്പോൾ രണ്ടാമത്താണ്. ഇപ്പോൾ നമ്മൾ അവിടെ 2 man പ്ലസ് 9 വുമൺ, 2 man പ്ലസ് 9 വുമൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാം. അപ്പോൾ ഒരു മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാൻ എന്ന് പറഞ്ഞാൽ എത്ര വുമൺ ആണ്? 1.5 വുമൺ അല്ലേ. അപ്പോൾ 2 മാൻ എന്ന് പറഞ്ഞാൽ 2 × 1.5 വുമൺ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 2 1.5 വുമൺ ആണ് കേട്ടോ, പ്ലസ് ഇവിടെ മൊത്തം വുമൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. മാനിനൊക്കെ നമ്മൾ വുമണിൻ്റെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം, നമ്മളിവിടെ എളുപ്പം വേണ്ടി ചെയ്യണം. 9 വുമൺ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ മാനിനെ എന്ത് ചെയ്തു, മാനിനെ വുമണിൻ്റെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എത്ര ചെയ്തു, 2 × 1.5 വുമൺ പ്ലസ് 9 വുമൺ. അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടെ മാറ്റി എഴുതുമ്പോൾ 3 + 9, 3 വുമൺ എങ്ങനെ കിട്ടിയത്? ഒരു മാൻ എന്ന് പറഞ്ഞാൽ 1.5 വുമൺ അല്ലേ. അപ്പോൾ 2 മാൻ എന്ന് പറഞ്ഞാൽ 1.5 × 2, അതായത് എന്താണ് 3 വുമൺ ആയി. ഇപ്പം മൊത്തത്തിൽ നമ്മൾ വുമണിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 3 വുമൺ, 3 + 9. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ടു, ഓക്കെ, ഈക്വൽ ടു
എത്രയാണെന്ന് നോക്കാം. 3 + 9 = 12 വുമൺ. അപ്പോൾ നമ്മൾക്കിവിടെ 6 വുമൺ ഇൻറ്റു, ഇപ്പോൾ നമുക്ക് 12 വുമൺ കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ പോവാം. 6 വുമൺ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? 40 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ഓക്കെ, 6 വുമൺ 40 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. നമ്മൾ എത്രയാണ് വുമണാണ് ഇവിടെ കിട്ടിയത്? 12 വുമണല്ല കിട്ടിയത്. 6 വുമൺ 40 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്ന് നമ്മൾ ചോദ്യത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 12 വുമൺ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്നാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ 6 ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എടുത്ത ഇതാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഇവിടെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കേണ്ടത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. എനിക്കറിയാൻ മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഇവിടെ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നൗ we now use the classic chain rule formula. അതായത് ഇവിടെ നമ്മൾ മുകളിൽ കണ്ടെത്തിയ ഫോർമുല ഉണ്ടല്ലോ, ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ തൊട്ട് മുകളിൽ ഒരു ഇക്വേഷൻ ചെയ്തു. ആ ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എവിടെയാണ്? ഇതാ, ഇക്വേഷനാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ 6 മെൻ എന്ന് പറഞ്ഞാൽ 6 മെൻ ഇൻറ്റു 40 ഡേയ്സ്. ഓക്കെ, 6 മെൻ 40 ഡേയ്സ്. ഓക്കെ, മെന്നോ വുമണോ ആവട്ടോ, ഇവിടെ വുമണാണ് പറയണത്. 6 എന്താണ് ഡേയ്സ്, ഇവിടെ മെയിലോ ഫീമെയിലോ ആവാം. ഇത് എം എന്ന് പറഞ്ഞാൽ മെയിൽ മാത്രമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഇക്വേഷനാണ്, നമ്മളെ സൗകര്യത്തിന് ചെയ്യാം. 40 ഡേയ്സ് ഈക്വൽ ടു 12 വുമൺ ഈക്വൽ ടു ഡേയ്സ്, ഡേ 2 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് D2 കാൽക്കുലേറ്റ് ചെയ്യണം. 6 വുമൺ ആണെങ്കിൽ 40 ദിവസത്തേക്ക്. ഇത്രയൊന്നുമില്ല, അത് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി ഇക്വേഷനൊന്ന് പ്രയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെടുത്ത് പറയുന്നത്. ഇതിന് ഇക്വേഷനൊക്കെ പോകേണ്ട ആവശ്യം തന്നെയല്ല. 6 വുമൺ ആണെങ്കിൽ 40 ഡേയ്സ്. അപ്പോൾ 12 വുമൺ ആണെങ്കിൽ എത്ര ദിവസം വേണമെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് എടുത്തെഴുതാം. അപ്പോൾ 6 വുമൺ 40 ഡേയ്സ് ആണ്. അപ്പോൾ ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. D2 ഈക്വൽ ടു എത്രയായിരിക്കും? 6 × 40. ഈ 12 എങ്ങോട്ട് എടുത്തിടും? മൈനസിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താഴത്തേക്കാണ് 12 വരിക. അപ്പോൾ 6 × 40 240 കിട്ടും. 12 എത്രയാണ്? 12 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? ആൻസർ എത്ര കിട്ടിയോ? ഓക്കെ, ഒരു മിനിറ്റ്. ട്വൻറ്റി ആണ് ആൻസർ കിട്ടുക. ഓപ്ഷനിൽ 20, അതോടെ 24 എന്ന് പറഞ്ഞിട്ട് അറിയാം, മാറിയ ടൈപ്പ് 20 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് 20. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സ്പീഡ്, ഓക്കെ, സ്ട്രീമിൻ്റെ ചോദ്യം ചെയ്ത് നോക്കാം. എല്ലാം ഇക്വേഷൻ വ്യത്യസ്തമാണ്, സെയിം ഒരു പാറ്റേൺ ഒക്കെ സെയിം തന്നെ ആയിരിക്കും. നോക്കാം, അടുത്ത് നോക്കാം. ഓക്കെ, ബോട്ട് ഡയറക്റ്റ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിൽ എങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുക. എ മോട്ടോർ ബോട്ട് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 18 km/h ഡൗൺ സ്ട്രീം ഇൻ എ റിവർ ആൻഡ് റിട്ടേൺ upstream to starting point at the speed of 12 km. What is the speed of motorboat in still water? അവിടെ സ്റ്റിൽ വാട്ടർ ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ വാട്ടറിലുള്ള ക്വസ്റ്റ്യൻ ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇക്വേഷൻ ഏതാണ് എന്നാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കുക ഇക്വേഷൻ യു ഈക്വൽ ടു d plus u by 2. അവിടെ നമ്മൾ ഇഫ് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് ഡി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് നമ്മൾ യു ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഈ ക്യാപിറ്റൽ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ലെറ്റർ യു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇവിടെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. 18 ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 18 km/h ആണ്. അപ്പ് സ്ട്രീം 12 km/h ആണ്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ഇത്ര തന്നെയുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് ഡി ഫോർ ഇവിടെ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 18 km/h പ്ലസ് അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 12 km/h 12 km/h ഡിവൈഡഡ് ബൈ 2. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് 30 km/2. ഓക്കെ, അപ്പോൾ 30/2 15. അപ്പോൾ ആൻസർ വരെ 15 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് മറ്റ് സെയിം ഏകദേശം എന്നൊക്കെ എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്ക് മനസ്സിലേക്ക് എത്താൻ പറ്റും. ഇക്വേഷനാണ് ഇതിൻ്റെ മെയിൻ. ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തുടക്കത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരും ഉണ്ടാവും, മാത്സ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അത് ഇക്വേഷൻ പഠിച്ചു വെക്കാം, എന്നാൽ എളുപ്പമാണ്. ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ടാവും. അല്ലാതെ തന്നെ നമുക്കിത് മനക്കണക്ക് വഴിച്ചൊക്കെ ചെയ്യാൻ പറ്റും. മനക്കണക്ക് വെച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയാം. പക്ഷെ അത് പ്രശ്നമാക്കണ്ട. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലായിക്കോളും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഏകദേശം ഒരു സെയിം പോലുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. സ്പീഡ് ഓഫ് എ കറണ്ട്. ഇവിടെ കറണ്ടിൻ്റെ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ ക്യാൻ റോ ഡൗൺ സ്ട്രീം അറ്റ് സ്പീഡ് ഓഫ് 40 km/h ആൻഡ് അപ്പ് സ്ട്രീം അറ്റ് എന്താണ് അപ്പ് സ്ട്രീം അറ്റ് 9 km/h. വാട്ട് ഈസ് സ്പീഡ് ഓഫ് ദ റിവേഴ്സ് കറണ്ട്? റിവറിൻ്റെ കറണ്ടിൻ്റെ സ്പീഡാണ് ഇവിടെ കാൽക്കുലേറ്റ്. സ്പീഡ് ഓഫ് ദ സ്ട്രീം. ഇവിടെ നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്? സ്റ്റിൽ വാട്ടറിൽ ബോട്ടിൻ്റെ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ബോട്ടിൻ്റെ സ്പീഡ് സ്റ്റിൽ വാട്ടറിൽ ബോട്ടിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ D+U ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ സ്പീഡാണ്, റിവേഴ്സ് കറണ്ടിൻ്റെ സ്പീഡ് ഓഫ് ദ റിവർ കറണ്ട്, അതായത് സ്പീഡ് ഓഫ് ദ സ്ട്രീം. അതിന് V നമ്മൾ പറയാം. V കാൽക്കുലേറ്റ് ചെയ്യാൻ D-U, നേരത്തെ D+U ആണ്, ഇവിടെ D-U ആണ്. അപ്പോൾ ഇത് എങ്ങനെ വന്നു നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റുവേഷനിൽ അത് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 2 വാല്യൂസാണ് കണ്ടെത്താനുള്ളത്. D ഉണ്ട്, അതുപോലെ തന്നെ U ഉണ്ട്. D എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡാണ്. ഓൾറെഡി നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ വീണ്ടും രണ്ടാമത് എഴുതിയില്ല. അപ്പോൾ വേണമെങ്കിൽ അറിയാം. D എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ്. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 14 km/h. ഇനി U ആണ്. U എന്ന് പറഞ്ഞാൽ എന്താണ്? U എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പ് സ്ട്രീം സ്പീഡ്. അതിനാണ് U എന്ന് പറയാം. അപ്പ് സ്ട്രീം സ്പീഡിൻ്റെ ഇക്വേഷൻ വാല്യൂ എത്രയാണ്? 9. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിവിടെ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പീഡ് ഓഫ് ദ സ്ട്രീമാണ്. കഴിഞ്ഞതിൽ നമ്മൾ സ്പീഡ് ഓഫ് ദ ബോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ സ്പീഡ് ഓഫ് ദ സ്ട്രീമാണ്.
അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 14 മൈനസ് 9 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5/2 സമം 5/2 എന്ന് പറഞ്ഞാൽ 2.5 km. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യന് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അറിയണ തന്നെയാണ്. മറ്റ് ഒരു 15ാമത്തെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ അപ്സ്ട്രീം ഡിസ്റ്റൻസ് ഓവർ ഗിവൺ ടൈം. അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്പീഡിൻ്റെ ഇക്വേഷൻ ഓൾറെഡി ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എ ബോട്ട് മൂവ്സ് ഡൗൺ സ്ട്രീം അറ്റ് എ റേറ്റ് ഓഫ് 1 kilometer in 6 minutes. Upstream at the rate of 1 kilometer in 10 minutes. How much distance will the boat cover upstream in 40 minutes? അപ്സ്ട്രീമിലേക്ക് പോകുമ്പോൾ ബോട്ട് എത്ര 40 മിനിറ്റ് കൊണ്ട് എത്ര കവർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താണ്? ഇവിടെ 2 ഇക്വേഷനാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഒന്ന് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണെന്ന് ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് അറിയണ തന്നെയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തണം. ഡിസ്റ്റൻസ് കണ്ടെത്തണമെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസും കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഫൈൻഡ് ദ അപ്സ്ട്രീം സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ. ആദ്യം നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് അപ്സ്ട്രീമിൻ്റെ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണത്. ദ ബോട്ട് കവേഴ്സ് 1 kilometer in 10 minutes. ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് കേട്ടോ, മെയിനോട്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞത് പോയിൻ്റ് ആക്കിയിട്ടെടുത്തു. അപ്പോൾ നമുക്ക് അപ്സ്ട്രീമിൻ്റെ സ്പീഡ് കാണണം. അപ്സ്ട്രീമിൻ്റെ സ്പീഡ് നമ്മൾ മുകളിൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്സ്ട്രീം സ്പീഡ് അതായത് യു. യു ആണെന്ന് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞതാണ്. യു അപ്സ്ട്രീമിന് യു എന്ന് പറയും. യു എന്നിട്ട് എടുത്തിട്ടാണ്, ഒന്നുമില്ല. ഡിസ്റ്റൻസ് എത്രയാണ്? 1 kilometer. 1 kilometer. സ്പീഡ് എത്രയാണ്? ടൈം എന്താണ്? സ്പീഡ് ടൈം എത്രയാണ്? 10 മിനിറ്റും കിലോമീറ്ററും ആണല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 60ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ഇതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്കായി മാറി. മിനിറ്റുള്ള ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? 60 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് ആണല്ലോ എന്ത് ഒരു ഹവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 60ലേക്ക് മിനിറ്റിനെ 60ലേക്ക് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഹവറിലേക്ക് കൺവേർട്ട് ആവും ഓട്ടോമാറ്റിക്. അപ്പോൾ 6 km ബൈ കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. അപ്പോൾ അപ്സ്ട്രീം നമുക്ക് എന്ന് കിട്ടി? 6 kilometer per hour എന്ന് കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് എഴുതി വെക്കാം. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. ഇങ്ങനെയൊന്നും എഴുതി വെക്കാമെന്ന് വേണ്ട. നമ്മൾ നെറ്റ് എക്സാമിന് ആൻസർ മാത്രം മതിയല്ലോ. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ
എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. നൗ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് അപ്സ്ട്രീം ഇൻ 45 മിനിറ്റ്സ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? 45 മിനിറ്റ്സിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. ഇത് ശരിക്കും ഇങ്ങനെ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ് മാത്രമല്ല ചോദിക്കുക കേട്ടോ. ചിലപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലും ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ വന്നേക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? കൺവേർട്ട് 45 മിനിറ്റ് into hours. അത് നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റിന് ഹവറിലേക്കല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മിനിറ്റിന് ഹവറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 45 മിനിറ്റ് 45 മിനിറ്റിലേക്ക് ഹവറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 45/ഹവർ 6. അപ്പോൾ 45നെ നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 3/15 ഉണ്ടാവും. ഇവിടെ 4/15 ഉണ്ടാവും ഹവർ. 3/4 ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ൻ്റെ 3 കഷ്ണം. അപ്പോൾ 75% അല്ലേ? അപ്പോൾ 75% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇങ്ങനെ എഴുതാം, ഒരു 0.75 ഹവേഴ്സ്. അവിടെ നിൽക്കട്ടെ, അങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാം. ഇനി നമുക്ക് അടുത്തത്, ഇവിടെ നമുക്ക് കിട്ടിയ മെയിൻ കിട്ടേണ്ടത് 3/4 അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞു, ഉത്തരം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി കാൽക്കുലേറ്റ് ഫൈനൽ ഡിസ്റ്റൻസ്. കാൽക്കുലേറ്റ് ഫൈനൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്താണ് 6 ഇവിടെ 6 കിട്ടിയല്ലോ. ഇവിടെ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് 6 km/h. 6 km/h 6 AM ഹവർ. km/h എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അറിയണ കാര്യം തന്നെ. ഇൻറ്റു 3/4 ഹവർ. അപ്പോൾ 6 km/h ഇൻറ്റു 3/4 ഹവർ സമം 18/4 കിട്ടും അല്ലേ? എങ്ങനെയല്ലേ കിട്ടുക? 6 18 ആയിരിക്കണം 4. 3 ഇൻറ്റു 6 18 ആയിരിക്കണം. സിമ്പിളാണ്, മനക്കണക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 18/4 ഇപ്പോൾ 20/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 കിട്ടും. 18/4 എന്ന് പറഞ്ഞാൽ 18 അതിന് നേരെ 9, 9ൻ്റെ നേരെ പകുതി 4.5. മനക്കണക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇത് ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മനസ്സിൽ തന്നെ അതിനാണ് കട്ട് ചെയ്താൽ മതി. 18നെ നേരെ നടുവിൽ കട്ട് ചെയ്യുക, 9ആയി. 9നെ വീണ്ടും കട്ട് ചെയ്യാം, അപ്പോൾ 4.5 കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്ത് ഇക്വേഷൻ വെച്ചിട്ടോ കാൽക്കുലേഷൻ വെച്ചിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ 4.5 ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇതാണ് നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുള്ള പാറ്റേൺ. ഫുള്ള് ക്വസ്റ്റ്യൻ ആയിട്ടില്ല, ബാക്കി നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്താണ് ഈ പാറ്റേൺ അല്ലാതെ മറ്റ് പാറ്റേൺസൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഒരു 15 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇതിൻ്റെ ഇക്വേഷൻസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് വിടാം. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ. മാത്രമല്ല നിങ്ങൾക്ക് ഇനി സംശയമുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എനിക്കൊന്ന് എന്ത് ചെയ്യുക, പ്രോബ്ലം ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വിട്ടുതരാം. പിന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രോബ്ലം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു 10 ചോദ്യങ്ങൾ മാത്രമേ മാക്സിമം പ്രോബ്ലം വരുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ തിയറി ബേസ്ഡ്. അപ്പോൾ തിയറി പരമാവധി നമ്മൾ നോക്കണം. പ്രോബ്ലം നമുക്ക് അറിയണതാണ്. മാത്രമല്ല പ്രോബ്ലം നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എന്ത് ചെയ്യാം, അത് ഇൻക്ലൂഡഡ് ആക്കാം. ഇവിടെ 15 ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 15 ചോദ്യത്തിൻ്റെയും ഉത്തരവും അതിൻ്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്തില്ല, ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. അതുകൊണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യാം, നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.